ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിശാച് ഏതെല്ലാം രീതിയിൽ ദൈവമക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ നാളുകളിൽ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് പലതും ആശ്ചര്യകരമായിട്ട് തോന്നിയേക്കാം, എന്നാൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത്. എഫേസ്യ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാച് ഒരു സർവശക്തനല്ല, അവൻ ഒരു തന്ത്രശാലിയാണ്. അവന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് സർവായുധ വർഗം ആവശ്യമാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ അരയ്ക്ക് സത്യം കിട്ടണം, നീതി എന്ന കവചമുണ്ടായിരിക്കണം. നാം പോകുന്നിടത്തെല്ലാം സുവിശേഷത്തിന്റെ ഒരു സന്ദേശം കൊടുക്കുവാൻ നമ്മുടെ കാൽ ഒരുക്കമുള്ളതായിരിക്കണം. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പായിരിക്കണം. അതുപോലെ തന്നെ പിശാചിന്റെ തീയമ്പുകൾ, നിരാശപ്പെടുത്തുന്ന അവന്റെ അഗ്നി അസ്ത്രങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അതിനെല്ലാം കെടുക്കുവാൻ തക്കതായിട്ടുള്ള വിശ്വാസം എന്ന പരിച നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കണം. രക്ഷയുടെ ശിരസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്, അത് നാം മുറുകെ പിടിക്കണം. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് ഉപയോഗിച്ച് പിശാചിന്റെ നിരാശകളെ, അവൻ കൊണ്ടുവരുന്ന അഗ്നി അസ്ത്രങ്ങളെ വെട്ടണം. അങ്ങനെ സർവായുധ വർഗം ധരിക്കുവാൻ ദൈവം നമുക്ക് സർവായുധ വർഗത്തെ നൽകിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസികളിൽ യൗവനക്കാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഭയങ്കര കൗതുകം നിറഞ്ഞ ആളുകളാണ്. എന്നാൽ അവർ പോയി പല ചതിക്കുഴികളിലും വീണത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിശാച് തന്ത്രശാലിയാണല്ലോ. യേശു കർത്താവിനോട് തന്നെ അവൻ പറഞ്ഞു, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വന്ന കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുക എന്ന് പറഞ്ഞു. ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. യേശുക്രിസ്തുവിന് ആ കല്ലിനെ അപ്പമാക്കുവാൻ കഴിയും. കർത്താവ് കല്ല് അപ്പമാക്കിയില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് പിശാചിനോട് ഉത്തരം കൊടുത്തു. നമ്മളാണെങ്കിൽ ഈ പരീക്ഷയിൽ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തി നമ്മൾ ഒരുപക്ഷെ അവന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയേക്കും. കാരണം അവൻ തന്ത്രശാലിയാണ്. നമുക്ക് കൗതുകം ജനിപ്പിച്ച് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുവാൻ തക്കവണ്ണം അവൻ തന്ത്രം ഒരുക്കുന്നവനാണ്, തന്ത്രശാലിയാണ് അവൻ. അതുപോലെ തന്നെ കർത്താവിനോട് പറഞ്ഞു, നീ ദൈവത്തിനെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, ദൈവം നിന്നെ കാക്കുവാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പിശാച് മനുഷ്യരെ ഉപയോഗിച്ച് ദൈവമക്കളെ ഈ നിലയിൽ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. നാം ദൈവകൃപയിൽ നിൽക്കുമെങ്കിൽ ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ആ പരീക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ഇന്നലെ ഒരു മന്ത്രവാദിയായിരുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതായുള്ള സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അദ്ദേഹം കൂട് വിട്ട് കൂട് മാറുക മുതൽ മഷി വെച്ചുള്ള മറഞ്ഞിരിക്കുവാനുള്ള വരെയുള്ള ആ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്ത, കേരളത്തിൽ പോയിട്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരു മന്ത്രവാദിയാണ്. ഒരു ഏരിയയിൽ തന്നെ ഒരു കലഹമുണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള പിശാചുക്കൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന പിശാചുക്കൾ അദ്ദേഹത്തിൻ്റെ ഇടവും ബലവുമായിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സുവിശേഷ പ്രതികളുമായിട്ട് ഒരു യൗവനക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ വന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ മുറിയിലേക്ക് വരുവാനായിട്ട് അദ്ദേഹം മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് കയറിപ്പോയി ചെറുപ്പക്കാരൻ ഭയന്നുപോയി. അവിടെ അത്രമാത്രം ഭയാനകമായ രീതിയിൽ വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ച് പൂജകളെല്ലാം നടത്തിക്കൊണ്ട് അവിടെ ഭയങ്കരമായ നിലയിൽ ഫോട്ടോകളെല്ലാം വെച്ചുകൊണ്ട് ആ മുറിയിൽ കയറിയപ്പോൾ തന്നെ അവന് ഭയം തോന്നി. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇനി ഏരിയയിൽ കണ്ടുപോകരുത്, നിന്നെ ഞാൻ പിശാചിനെ ഉപയോഗിച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ വിരട്ടി ഓടിച്ചു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് ഒരു പാസ്റ്ററും ഒരു ചെറുപ്പക്കാരനും കൂടി ഇദ്ദേഹത്തെ കാണുവാൻ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരനാണ്.
അപ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ശരി, എൻ്റെ മുറിയിലേക്ക് വരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശരി, നീ ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ മുറിയിലേക്ക് കയറി ആ ചവിട്ടോടി സ്റ്റെപ്പ് വെച്ചപ്പോൾ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഭയാനകമായ രീതിയിൽ അവൻ ഭയപ്പെട്ട് അവൻ പിറകിലേക്ക് മാറി. ഓ, നിനക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ലേ? ശരി, ഞാൻ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് പാസ്റ്റർ അകത്തേക്ക് കയറി. അദ്ദേഹം അകത്തേക്ക് കയറി, പൂജാരിയും ഈ മന്ത്രവാദിയും അകത്തേക്ക് കയറി. പാസ്റ്റർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആ പ്രാർത്ഥനയുടെ അവസാനം അദ്ദേഹം മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുള്ള വചനപ്രകാരം ഇപ്പോൾ ഇവിടെയുള്ള ഈ മന്ത്രവാദിയുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പിശാചുക്കളുടെ എല്ലാ പ്രവൃത്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പോന്നു. സംഭവിച്ച കാര്യം, പിശാചുക്കളെല്ലാം അയാളെ വിട്ടുപോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. അയാളെ തേടി അനേക ഇടങ്ങളിൽ നിന്ന് ആളുകൾ വരുമായിരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ചെന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് കാണിച്ചിട്ട് പോയത്? നിങ്ങൾ എന്ത് കഷ്ടമാണ് എന്നോട് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞ് ഒത്തിരി കരയുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീർന്നു. പാസ്റ്റർ പറഞ്ഞു, നീ അനേക കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നീ മാനസാന്തരപ്പെടാനെല്ലാം പറഞ്ഞു. എന്നാൽ വാശിയോടുകൂടി യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. എന്നാൽ വാശിയോടുകൂടി തിരികെ പോയി വീണ്ടും അദ്ദേഹം പൂജാ പഠനങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി, മന്ത്രവാദ ക്രിയകൾ പഠിക്കുവാൻ തുടങ്ങി. എന്നാൽ ഒന്നും സക്സസ് ആയില്ല. വീണ്ടും പാസ്റ്റർ അടുക്കൽ വന്നു. ഒടുവിൽ അദ്ദേഹം ദൈവ മകനായി തീരുവാൻ തക്കവണ്ണം, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ സാക്ഷ്യം ഞാൻ ഇന്നലെ യൂട്യൂബ് വഴി കേട്ടതാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. തമിഴിലും മലയാളത്തിലും അതുള്ളതുകൊണ്ട് മലയാളത്തിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിശാച് പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അനേക വ്യാപാര സമുച്ചയങ്ങളിലും പൈശാചിക സേവകൾ നടക്കുന്നുണ്ട്. നമ്മളൊരു കടയിലേക്ക്, ഷോപ്പിംഗ് മോളിലേക്കോ ഒരു കടയിലേക്കോ കയറി ചെല്ലുമ്പോൾ നമുക്ക് നിസ്സാരമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് പോരണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും നമ്മളോട് ചെല്ലുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോരും. ഒരു വസ്ത്ര വ്യാപാര കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു പോകും, ഇത്ര മാത്രം തുണികൾ എടുത്തിട്ട് വരിക, ഇത്ര ബഡ്ജറ്റിൽ ഒതുക്കി പോരണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് പോകും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മെ ചില പ്രത്യേക ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ചില കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. അതൊരു ഡാർക്ക് റൂം പോലെയുള്ള ഒരു സ്ഥലമായിരിക്കും. ഡാർക്ക് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടൊന്നും ഉണ്ടായിരിക്കില്ല, നല്ല വെളിച്ചം ഉണ്ടായിരിക്കും. പരവതാനി ഇട്ടിട്ടുണ്ട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. അവർ മറ്റേ പരവതാനിയുടെ മുകളിൽ ഇട്ട് തുണികളെല്ലാം കാണിച്ചു തരും. നമുക്ക് ആവശ്യമില്ലെങ്കിലും ആ വില കൂടിയ തുണികളെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. ഇങ്ങനെ നമ്മളെ വഞ്ചിക്കുന്ന അനേക ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഇനി ഒരൊറ്റ പീസ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആകർഷിച്ച്, നമ്മളെ ഭയപ്പെടുത്തി, നമ്മളെ ഉത്സുകരാക്കി വേഗത്തിൽ തന്നെ പർച്ചേസ് ചെയ്യത്തക്ക നിലയിൽ ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്ന പൈശാചിക കേന്ദ്രങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ്. നിഗൂഢതകൾ നിറഞ്ഞ ഇന്റർനെറ്റിന്റെ ഒരു ഭാഗം. ഉപയോക്താക്കളുടെ ആധികാരികതയും ലൊക്കേഷനും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു ശൃംഖലയാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അതൊരു പാതാളമാണ്. രഹസ്യങ്ങളുടെ ഒത്തിരി കേന്ദ്രങ്ങളാണ്. അവിടെ ആയുധ കച്ചവടവും ലഹരി മരുന്ന് ബിസിനസ്സും എല്ലാം ക്രിപ്റ്റോ കറൻസി മുഖാന്തരം ഇഷ്ടം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും അറിയാതെ ഈ ഡാർക്ക് വെബിൽ ചെന്ന് തലയിടുവാൻ പോയാൽ അത് വലിയ ഊരാക്കുടുക്കായിരിക്കും. നമ്മളെ പലതിലേക്കും ആകർഷിക്കും. ചില ആളുകൾ പോയി സാത്താന്യ സൈറ്റുകളിൽ കയറി ധൈര്യം ഉപയോഗിച്ച് സാത്താന്യ സൈറ്റുകളിൽ എൻ്റെ ദൈവത്തെക്കാൾ വലിയ ശക്തിയൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചവർ ചെന്ന് അവരെ ഭയപ്പെടുത്തി അവരുടെ തലച്ചോറ് തന്നെ ബ്ലാങ്കായി പോകുന്ന രീതിയിലേക്ക് പോലും കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുവാനും ചതിക്കുവാനും തക്കവണ്ണമുള്ള സൈറ്റുകൾ ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം കഴിഞ്ഞ തവണ മൂവാറ്റുപുഴക്കാരനായ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്റർനെറ്റിലെ ഈ ഡാർക്ക് വെബ് മുഖാന്തരം ലഹരി മരുന്ന് ബിസിനസ് നടത്തിയതും അത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡ് വന്ന് അവനെ പിടിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ അനേകമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി വരുന്ന ചില ലിങ്കുകൾ. നാം ആ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു അംഗം അയക്കുന്ന ഗ്രൂപ്പിലെ ലിങ്ക് കാണുമ്പോൾ അത് വിശ്വസനീയമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് കുടുക്കുകളിലേക്കായിരിക്കും ചെന്ന് ചാടുന്നത്. നമ്മുടെ ഡാറ്റ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ആ ലിങ്ക് അയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഈ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് 10 GB ഡാറ്റ സൗജന്യം, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു സമ്മാനം ഒരുക്കി കാത്തിരിക്കുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമ്മളെ അതിലേക്ക് ആകർഷിക്കുക. നാം ചില OTPകളെല്ലാം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലെ പണമെല്ലാം കാലിയാകുന്നത് പെട്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കുന്ന നമ്മൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ അംഗമായിരിക്കുന്ന 2, 3, 4 ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമാണ്.
അതിൽ അംഗമായിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് രാത്രിയിൽ ഒരു ലിങ്ക് ഇതുപോലെ വന്നു. ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. എനിക്കെതിരെ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ ലിങ്ക് അയച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഞാനത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് ലിങ്ക് ഓപ്പൺ ആയില്ല. പെട്ടെന്ന് ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനപ്പോൾ വിചാരിച്ചു, ഈ ലിങ്ക് എന്നെ ടാർഗറ്റ് ചെയ്ത് വിട്ടതായിരിക്കുമോ? ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒരു അസ്വസ്ഥത, ഒരു മനസമാധാനം എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ അതിങ്ങനെ വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഞാൻ പിറ്റേന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ആരംഭിച്ചു. അങ്ങനെ ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് മുട്ടുകാലിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ലിങ്ക് എന്നെ ലക്ഷ്യം വെച്ച് തിന്മയുടെ ബലിപീഠത്തിൽ നിന്ന് എനിക്കെതിരായി അയച്ചു വിട്ടതാണെങ്കിൽ ഇപ്പോൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം എൻ്റെ ഫോൺ വൈബ്രേറ്റ് മോഡിലൊന്നും ആയിരുന്നില്ല. ആ ഫോൺ ഷിവർ ചെയ്ത് ആ ലിങ്കിൽ നിന്ന് അശുദ്ധ ആത്മാവ് പോകുന്നത് എനിക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനിത് പറയുന്നത്, നമ്മൾ ഇന്ന് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ ഫോണിൽ കൂടി വരുന്ന പല ലിങ്കുകളും ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം നാം പിടിക്കണം. ഏത് നേരത്തും പ്രാർത്ഥിച്ചും പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയ പിടിച്ചുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായി, ബുദ്ധിയുള്ളവരായി ഈ നാളുകളിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനേക രീതിയിൽ ദൈവമക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകവും പരിജ്ഞാനവും നിന്റെ മക്കൾക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്നാണ് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഫോൺ മുഖാന്തരം, ഇന്റർനെറ്റ് മുഖാന്തരം, വെബ്സൈറ്റുകൾ മുഖാന്തരം, കർത്താവേ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ മുഖാന്തരം വന്നു ചേരുന്ന എല്ലാ അശുദ്ധ ആത്മാക്കളുടെ ഇടപാടുകളെയും സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം കർത്താവെ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കരുണ കാണിക്കണം, ദൈവകൃപയിൽ അവർ സൂക്ഷിക്കണം. മഹത്വം എടുത്തിട്ട് എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.